ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഫിനാൻസൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുകയാണോ? മീഡിയ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മീഡിയയെ AI റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ന്യൂ എറയുടെ ഡിസ്കഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ പാനലിസ്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. GP ഓരോ കരിയറിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം എടുത്തിരിക്കുന്ന റോളുകൾ വളരെ വ്യത്യസ്തമാണ്. എക്സാക്ട്ലി ഞാൻ പറയാ, ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ എക്കോണമിയിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേൾഡ് അറൗണ്ട് ഹിം വ്യത്യസ്ത റെസ്പോൺസിബിലിറ്റിയിലൂടെ കരിയറിലെ ഓപ്പർച്യൂണിറ്റീസുകൾ മീഡിയയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ് കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എഴുതിയതും ഡയറക്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ ആഡ്സുകൾ നമ്മൾ തിയേറ്ററുകളിലും ടെലിവിഷനിലൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു ബഹുമുഖ പ്രതിഭ, ലവ്ഡ് ബൈ മില്യൺസ് ഓഫ് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. JP നമ്മളോട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു ഇൻഡിവിജ്വൽ എന്നതിനപ്പുറത്തോട്ടേക്ക് ക്രിയേറ്റർ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്യാമ്പയിൻസുകൾ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടുപേർ യങ് ആയിട്ടുള്ള മാതൃഭൂമിയുടെ ഡയറക്ടർ ബോർഡിലെ രണ്ടുപേരാണ്, ദേവിക ആൻഡ് മയൂര. രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും, 103 വർഷത്തിൻ്റെ മുകളിലായി മാതൃഭൂമി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. മീഡിയയുടെ ചേഞ്ചസിനോടൊപ്പം മാതൃഭൂമിയും ഒരുപാട് വളർന്നിട്ടുണ്ട്. ആ വളർച്ചയിലെ ട്രാൻസ്ഫോർമേഷനും ഇന്നൊവേഷനും ലീഡ് ചെയ്യുന്നത് ഈ രണ്ടുപേരാണ്. ഈ 3 പേരെയും ഒരുമിച്ചുകൊണ്ടുള്ള ഈ സെഷൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സുന്ദർ പിച്ചെ പറഞ്ഞൊരു വേർഡിൽ നിന്നാണ്. AI എന്നുള്ളത് ഇൻ്റർനെറ്റിനേക്കാളും വലിയ കണ്ടുപിടുത്തമാണ്. AI ഈസ് ബിഗർ ദാൻ ഇൻ്റർനെറ്റ് എന്നുള്ളത്. ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ബിസിനസ്സിലും മീഡിയയിലും എല്ലാ ഇൻഡസ്ട്രിയിലും ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. AIയുടെ ഒരു വരവോടുകൂടി ഹെൽത്ത് കെയറിൽ മാറ്റം വന്നിട്ടുണ്ട്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാറ്റം വന്നിട്ടുണ്ട്. AI ട്രാൻസ്ഫോർമേഷൻ നടത്താത്ത, അല്ലെങ്കിൽ AIയുടെ ഒരു ഇന്നോവേഷൻ വരാത്ത ഒരു ഇൻഡസ്ട്രിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ മീഡിയ ആണ് ഏറ്റവും വേഗത്തിൽ മാറുന്നത് എന്നുള്ളത്. 2 കാരണങ്ങളാണ്. ഒന്ന്, മീഡിയയുടെ ഒരു എക്സിക്യൂഷനിലുള്ള ഫാസ്റ്റായിട്ട് ചേഞ്ച് വരുന്നു എന്നതിനൊപ്പം തന്നെ മീഡിയ എപ്പോഴും കൺസ്യൂമേഴ്സ്, ആളുകളുടെ താല്പര്യത്തെ കൂടി പരിഗണിച്ചിട്ടുള്ളൊരു മാറ്റത്തിന് വേഗം വിധേയമാകുന്ന ഒന്നാണ് മീഡിയ എന്നുള്ളത്. GPയുടെ ഒരു കരിയറിൽ ഇതുവരെ സോഫാർ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ റോളുകളും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, AI ഓപ്പർച്യൂണിറ്റീസുകളെ ലുക്കിംഗ് ഫോർവേഡ് എങ്ങനെ കാണുന്നു എന്നുള്ളതും, ഇപ്പോഴുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ AI എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ മീഡിയകളിൽ നിന്നുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ AIയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട് ഓഫ് വിത്ത് കോണ്ടന്റ് ക്രിയേഷൻ ഇൻ സോഷ്യൽ മീഡിയ ഫസ്റ്റ്. കാരണം അതിലെ AIയുടെ റിഫ്ലക്ഷനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ട് മനസ്സിലാവുന്നത്. ബാക്കി ഇപ്പോൾ അഡ്വർടൈസിങ് ആണെങ്കിലും ഫിലിം മേക്കിംഗ് ആണെങ്കിലും അതിലെ AIയുടെ കോൺട്രിബ്യൂഷൻ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ആളുകൾക്ക് മനസ്സിലാവില്ല, കാണാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ കോണ്ടന്റ് ക്രിയേഷൻ വാസ് എ ഡിഫിക്കൽട്ട് തിങ്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. അതിന് ഒരു വലിയ പ്രൊഡക്ഷൻ വാല്യൂ വേണം. ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പോൾ ഞാൻ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിനു വേണ്ടി വരുന്ന ഒരു പാരഫെർനേലിയ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതിനു വേണ്ടി വരുന്ന ഒരു ക്യാമറ യൂണിറ്റ്, അതിൻ്റെ ടോട്ടൽ കാര്യങ്ങൾ എന്നൊക്കെ വരുന്ന അതൊരു വലിയ സന്നാഹമായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ടോട്ടലി ഡിഫറൻസ് വന്നത് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്വഭാവം, അല്ലെങ്കിൽ ദ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അത് ഭയങ്കര സിംപ്ലിഫൈഡ് ആയി. പക്ഷേ അത് സിംപ്ലിഫൈഡ് ആവുന്നതോടുകൂടി തന്നെ വേറൊരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു ഡിഫിക്കൽട്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗുഡ് കോണ്ടന്റ് ക്രിയേഷനാണ് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് AI എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഈസ് ഈസി. പക്ഷേ ദ മൊമെൻറ്റ് വി ഗോ ഫോർ ഗുഡ് കോണ്ടന്റ് ക്രിയേഷൻ, ഈ ഗുഡ് എന്ന് പറയുന്ന ടേം ശരിക്ക് ഭയങ്കര ഹ്യൂമനൈസ്ഡ് സ്പേസിൽ വരുന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ക്രിയേറ്റിവിറ്റി, സർഗാത്മകത, നമ്മുടെ ഇൻഡിവിജ്വൽ തിങ്കിങ്, ആ സ്പേസിനെയാണ് ഈ ഗുഡ് എന്നുള്ള സാധനം ഡിഫൈൻ ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ChatGPT ഒക്കെ പോലെയുള്ള
സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ക്രിയേഷൻ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ ChatGPT യൂസ് ചെയ്ത ഒരാൾക്ക് തന്നെ മനസ്സിലാവും. സി, ഒരു AI-യിൽ നിന്നും നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ എം യൂസിങ്, യു ആർ യൂസിങ്, എവറി വൺ ഈസ് യൂസിങ് ദ സെയിം തിങ്. പക്ഷെ അത് ഡിഫറൻസ് വരുന്നത് ഈസ് ഡെഫിനറ്റ്ലി യുവർ തിങ്കിങ്, ദ ഇൻപുട്ട് യു ബ്രിങ് ഇൻ. നമ്മളതിനെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കിതിനെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള സംഭവം വരുന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ തിങ്കിങ് ആണ്, നിങ്ങളുടെ എക്സ്പോഷറാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നു, എല്ലാവരും A to Z എന്നുള്ള ആൽഫബറ്റ് പഠിക്കുന്നു. ഈ A to Z എന്നുള്ള ആൽഫബറ്റോ അക്ഷരമാലയോ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡിഫറെൻ്റ് ആയിട്ട്. ഒരു ലാംഗ്വേജ് എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഒരേപോലെ അല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ് ഐ ഫീൽ ദാറ്റ് ഈസ് വാട്ട് AI-യുടെ ഒരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ വെദർ ഇറ്റ്സ് സോഷ്യൽ മീഡിയ, വെദർ ഇറ്റ്സ് അഡ്വർടൈസിങ്, വെദർ ഇറ്റ്സ് സിനിമ, AI ഡെഫിനറ്റ്ലി വന്നു കഴിഞ്ഞു. കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങി. ക്രിയേറ്റീവ് സ്പേസിൽ പോലും AI-നെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റോറി ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കാണാം, ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഔട്ട്പുട്ട് കാണാം. സോ ദാറ്റ് ഈസ് വൺ ഡിഫറൻസ്. AI-യിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അയാളെ വെച്ച് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് സ്വഭാവം ഇങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാം. സോ ദാറ്റ് ചേഞ്ച് ഹാസ് ഡെഫിനറ്റ്ലി ഹാപ്പൻഡ്. പക്ഷേ ഈ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ചേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഗുഡ് ആണ് ഇപ്പോൾ നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അത് ഇപ്പോൾ സിനിമയുടെ ടെക്നിക്കാലിറ്റി ആണെങ്കിലും, അഡ്വർടൈസിങ്ങിൻ്റെ ടെക്നിക്കാലിറ്റി ആണെങ്കിലും, സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലൊക്കെ എങ്ങനെ നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്നു, അതിൻ്റെ റിസൾട്ട് പോലെ ഇരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ മനസ്സിൽ കൂട്ടിയിരുന്നത് നമ്മൾ കാൽക്കുലേറ്ററിൽ കൂട്ടുന്നു. പക്ഷേ കാൽക്കുലേറ്ററിൽ കൂട്ടുമ്പോഴും എന്ത് കൂട്ടണം, എത്ര കൂട്ടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ബേസിക്കലി നമുക്കില്ലെങ്കിൽ ഈ കാൽക്കുലേറ്റർ നമ്മുടെ കൈ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. വെരി സിമ്പിൾ. വലിയ സന്നാഹങ്ങളല്ല, ചെറിയ സാധ്യതകളിലൂടെയാണ് ഒരു ക്രിയേറ്റർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേവിക, യു ആർ ഹാൻഡ്ലിംഗ് ഓൾ ദ ഓപ്പറേഷൻസ് പാർട്ട് ഓഫ് ദിസ് ലെഗസി ബ്രാൻഡ് മാതൃഭൂമി. AI-യുടെ ഒരു വരവിന് ശേഷം, എസ്പെഷ്യലി യങ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ റെസ്പോൺസിബിലിറ്റിയിൽ വന്നതിന് ശേഷം ഓപ്പറേഷൻസിൽ എത്രത്തോളം ഈസിനെസ് കൊണ്ടുവരുന്നുണ്ട്? ലുക്കിംഗ് ഫോർവേഡ്, എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമി പോലുള്ളൊരു കമ്പനി അതിൻ്റെ ബിസിനസ് സ്ട്രാറ്റജിയിലൊക്കെ ഒരു വ്യത്യാസം വരുത്താനൊക്കെ പോകുന്നത്? ഹൗ ഡു യു ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി? ഐ തിങ്ക് AI വന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻസ് എന്നുള്ള നിലയിൽ I think it has been wonderful. The sort of contribution and the sort of process changes and the sort of help or aid we've had with processes is something that has been really beneficial through AI. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോയിൽ തന്നെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ AI ത്രൂ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജനറലി ഞാനിപ്പോൾ ഒരു ന്യൂസ് റൂമിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, for example, from creating summaries to generating headlines, all of these aspects have become much easier. Apart from that, if you look at, we also do a lot of investigative journalism. There are a lot of research that's done. Apart from that, the kind of data that's available today, I think with the help of AI, generally what took us probably weeks and months to analyze, today we can do it in a question of a few minutes or say a day. That's the sort of difference that AI has made to our entire workflow. ഈ കുറേ മൊണോട്ടനസ് ആയിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് നമുക്കിപ്പോൾ AI ത്രൂ ഓട്ടോമേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് ക്രിയേറ്റീവ് ആവാനും ആൾക്കാർക്ക് വേറെ ചില പോസിബിലിറ്റീസും നോക്കാൻ വേണ്ടിയിട്ടുള്ള ബിഗ് ചാൻസാണ് ഇപ്പോൾ ടൈമാണ് ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം ആസ് ഫാർ ആസ് AI has helped us improve our efficiency, but at the same time, us being a newsroom, say AI has improved our efficiency by 60%, but at the same time, that human touch or that 40% editorial evaluation that we have is super important. Like for example, back in the day, big media companies decided, or it's not about decision, but that's the content that everybody is exposed to. But today, if you look at it, platforms hold that power. Platforms and their algorithms hold that power of what people are consuming.
in such a space where data determines what everybody is seeing or your specific personal choices determine what you're seeing, editorial has a great value there. When data makes things faster, helps you understand what works in the market, but editorial at the same time helps you understand what has that value. So by the end of the day, even though a lot of operations for us have been streamlined, we really look at, I mean, every organization has policy, frameworks of how they use AI. Similarly, we also strive to follow those policies that we've also documented for the use of AI in our organization. Awesome. AI has helped a lot her in minimizing her operational challenges, and the one insight that she shared is very important. 60% in AI in editorial activities, and 40% is still editorial has that role and priority importance and all. And Mayura, when it comes to your job, you are handling the digital business. That means ഒരു ഒന്നോ രണ്ടോ ഡിക്കേഡിന് മുന്നേ അങ്ങനെ ഒരു ബിസിനസ് മാതൃഭൂമിക്ക് ഉണ്ടായി കാണില്ല. ഒരു ഡിജിറ്റൽ ബിസിനസ്സിൻ്റെ ഒരു വെർട്ടിക്കൽ മേ ബി ഒരു ഒന്നോ രണ്ടോ ഡിക്കേഡിന് മുന്നേ അത്തരത്തിലൊരു വെർട്ടിക്കൽ തന്നെ നമുക്ക് ഉണ്ടായി കാണണമെന്നില്ല. ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ന്യൂ അഡീഷൻ തന്നെയാണ്. സോ ഡിജിറ്റൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഡിജിറ്റലിലെ മാതൃഭൂമിയുടെ IPsകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോർ ഓഫ് AI റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അൽഗോരിതംസ് അല്ലെങ്കിൽ സ്ക്രീൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോംസുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. പ്രിൻ്റ് പോകുന്നതും ന്യൂസ് പോകുന്നതും സോഷ്യൽ മീഡിയ പോകുന്നതും FM പോകുന്നതും അല്ലെങ്കിൽ ഇവൻറ്റ്സുകൾ പോകുന്നതൊക്കെയാണ്. AI ഓപ്പർച്യൂണിറ്റീസുകൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ നിങ്ങൾ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്? എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് AI വെച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Thank you for that question. Number one, എല്ലാ ന്യൂസ് മീഡിയ സംബന്ധിച്ച് digital, as in having a website is, or having online news is not a very new thing. It actually started in 1999 for most of the newsrooms. പക്ഷേ അപ്പോഴത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്റ്റൻഷൻ ആയിരുന്നു, ഒരു പത്രത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു. ഇറ്റ് വാസൻറ്റ് എ ഫോക്കസ്ഡ് സ്പേസ് ഫോർ ഡിജിറ്റൽ കോണ്ടന്റ് and people. And it's, see, the thing with, I just want to add to what Devika is saying. Ippolum, where we see opportunity, we use it for a lot of operational efficiency, because the story by the end of the day is bought by up. The story that is put on the table is by our people by the end of the day. It doesn't matter where or how, the story has to be bought by our content creators and journalists internally. And that's something that we're very, very particular about. And also, as we said, it streamlines processes. More than that, നമുക്ക് 100 വർഷത്തെ ആർക്കൈവൽ കോണ്ടന്റ് ഉണ്ട്. So how is it that both from a user perspective and for an internal use perspective, how do we make that easier? And that is one space that AI is really helping us in build that model where you have 100 years worth of actual credible data for Kerala from Kerala. അപ്പം അത് എങ്ങനെയാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസർ ലെവലിലേക്കും കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നുണ്ട്. Helps with strategy. See, the thing with when you get into digital business, following all the laws and the norms, data is something that we use very, very intently for us to not understand what you are doing or anything, but just understand your interests maybe. Everyone. So like with our entire data team and the branding team, AI has really, really helped us streamline processes there. One, to find opportunities. Two, to figure out, okay, this is working, so let's bump a little bit more. This is not working, let's take a step back and pivot. Our turnaround time of understanding that decision making has really helped us. And see, in strategy, you have to always understand where your strengths lies and where your weakness lies, and always view the strength. So I still believe that yes, we are a platform, we are strong with content. So what we do is we try to deploy a lot of existing AI, existing AI opportunities into the company more than building from scratch. But then we do use that base to build for our needs more than anything. But yeah, I mean, behavior of search has changed. At the same time, in this also we see a lot of opportunity to get good content out there. I hope I answered your question. Understood. Next question is common for three of you. See, ഇൻഡസ്ട്രിയിൽ AI അല്ലെങ്കിൽ ടെക്നോളജി എന്ത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ടാവും, അതിൻ്റെ ഒരു സ്കെയിലിംഗ് സ്റ്റേജ് ഉണ്ടാവും, ദെൻ എൻറ്റയർ ഇപ്പോൾ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കും പോകും, കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ടാവും.
ടെക്നോളജി ഏർലി അഡോപ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ. ബ്രാൻഡ്സുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ നമ്മൾ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇനീഷ്യലി തന്നെ ഇതിൻ്റെ ചാലഞ്ചസുകളും ഫേസ് ചെയ്ത് വരുന്നുണ്ടാവും. ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് AI അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ദർ ആർ ലോട്ട് മോർ ടു കം. അങ്ങനെ വരുന്ന സമയത്ത് ബ്രാൻഡ് സൈഡിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴും മീഡിയ സൈഡിൽ മൾട്ടിപ്പിൾ മീഡിയ സൈഡിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴും ഒരു കോമൺ ചലഞ്ചസുകൾ എന്തൊക്കെയായിരിക്കും നിങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന റോളിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ഈ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചപ്പോൾ ദാറ്റ് വാസ് എ റെവലേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുറാനിയം, ന്യൂക്ലിയർ എനർജി എന്ന ഒരു വലിയ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു എനർജി സോഴ്സാണ്. പക്ഷേ ഇതേ ന്യൂക്ലിയർ എനർജി തന്നെയാണ് ഹിരോഷിമ നാഗസാക്കിയും ഉണ്ടാക്കിയത് എന്നുള്ളതൊരു ഫാക്റ്റാണ്. സോ ഐ തിങ്ക് ആ ഒരു സ്പേസിലേക്ക് തന്നെയാണ് AI പോകുന്നത്. ഇറ്റ്സ് ടു ഏർലി ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. കാരണം AI അതിൻ്റെ വളരെ ഏർലി സ്റ്റേജിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എവിടേക്കാണ് എത്തുന്നത് എന്ന് ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് പോലും, അതിൻ്റെ അത്രയും ക്ലോസ് ആയി വർക്ക് ചെയ്യുന്ന ഒരാളുകൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേർ ആർ ദീസ് പീപ്പിൾ ടേക്കിംഗ് ദിസ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. സോ അതുകൊണ്ട് തന്നെ യു കനോട്ട് വളരെ അതോറിറ്റേറ്റീവായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ബട്ട് റൈറ്റ് നൗ സംഭവിക്കുന്ന എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട്, AI ഒരുപാട് ആൾക്കാരുടെ ജോലി കളയും എന്ന് പറയുന്ന ഒരു ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സോ അതൊരു എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഞങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വി വോണ്ട് എ വോയിസ് ഓവർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യും. ഇപ്പം ഞാനൊക്കെ ആദ്യം കോർപ്പറേറ്റ് ആഡ്സ് ചെയ്തിരുന്നപ്പോൾ നമുക്ക് വോയിസ് ഓഡിഷനിങ് വരെ ചെയ്യും. ക്ലയൻറ്റ് ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനീസിന് വേണ്ടിയിട്ടാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 3-4 വോയിസ് നമുക്ക് വരും. അതിൽ ഏറ്റവും നല്ല ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് എന്താണ്, കൃത്യമായിട്ടുള്ള മോഡുലേഷൻ എന്താണ്, നമ്മൾ പറയുന്ന കോർപ്പറേറ്റ് കണ്ടന്റിന് ഏറ്റവും ഭംഗിയായി ചേരുന്ന വോയിസ് എന്താണ് എന്നൊക്കെ നോക്കി ഒരു വോയിസ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ടാണ് ആ വോയിസ് ഓവർ മുഴുവൻ കൊടുക്കുക. അദ്ദേഹമാണ് ടു ബി വെരി ഫ്രാങ്ക് വിഷ്വൽ പോലെ തന്നെ ആ ടോട്ടൽ കോർപ്പറേറ്റ് വീഡിയോയുടെ ഋതവും അതിൻ്റെ സ്വഭാവവും ക്യാരി ചെയ്യുന്നത് ആ വോയിസ് ആർട്ടിസ്റ്റാണ്. ഇന്ന് എനിക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ശബ്ദവും ആ വോയിസും എനിക്ക് AI തരും. സോ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ ഓഡിഷനും പോകുന്നില്ല, എനിക്ക് എന്ത് സ്വഭാവത്തിലുള്ള ശബ്ദം വേണമെന്നുള്ള റെഫറൻസ് കൊടുത്താൽ മതി. സോ സഡൻലി സംതിങ് ഈസ് റീപ്ലേസ്ഡ് ദെയർ ആൻഡ് ദാറ്റ്സ് എ ഫാക്ട്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, അത് ശരിയാണ്, അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിലും എഗെയിൻ നമ്മൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം വരുന്നത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നൊരു AI എന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ പദമാണ് ഹ്യൂമൻ ടച്ച്. ഈ ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന സാധനം മാത്രമാണ് വുഡ് ഹെൽപ്പ് അസ് ടു ബാലൻസ് ദിസ്. അപ്പോൾ ചാലഞ്ചസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സബ് ടൈറ്റിലിംഗ്, നമ്മൾ ചെയ്യുന്ന കുറേ ടെക്നിക്കൽ വർക്ക് AI ചെയ്യാൻ തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ AI-ക്ക് എതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി. കാരണം ആക്ടേഴ്സ് വുഡ് ഗെറ്റ് റീപ്ലേസ്ഡ് എന്നുള്ളൊരു ചാലഞ്ച് വരെ എത്താൻ തുടങ്ങി എന്ന് വെച്ചാൽ. പക്ഷേ ദിസ് വാസ് ദെയർ ഈവൻ വെൻ അനിമേഷൻ ഫിലിംസ്, ടെലിവിഷൻ ഇൻഡസ്ട്രി ഒക്കെ വന്ന സമയത്തും ഇതുണ്ടായിരുന്നു. സിനിമയ്ക്ക് തിയേറ്റർ വന്നപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ടെലിവിഷൻ ഇൻഡസ്ട്രി ആയിരിക്കും എന്നും പറഞ്ഞ് ടെലിവിഷൻ ഇസ് ഗോയിങ് ടു കൈൻഡ് ഓഫ് സ്റ്റോപ്പ് സിനിമ ഫോർ എവർ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംവേർ ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ വന്നപ്പോഴും ടെലിവിഷൻ ഇനി ഉണ്ടാവില്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു എക്സിസ്റ്റിംഗ് സ്പേസ് നമ്മൾ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ടു ഏർലി ടു സേ വേർ ഈസ് ദറ്റ് സ്പേസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചാലഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു ചാലഞ്ച് ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ, വെദർ ഇറ്റ്സ് അഡ്വർടൈസിങ്, വെദർ ഇറ്റ്സ് ടെലിവിഷൻ, വെദർ ഇറ്റ്സ് TV, ഉണ്ടാവുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഹ്യൂമൻ ടെക്നോളജീനെ യൂസ് ചെയ്തിരുന്ന സ്ഥലത്ത് ചില സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് അതിൻ്റെ ഒരു എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എത്ര ഒരു AI വോയിസ് ഓവർ യൂസ് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, I don't think so artists would lose job because of AI. I think those artists who doesn't use AI may lose job. മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ AI-യുടെ സപ്പോർട്ടും കൂടി എടുക്കുമ്പോൾ AI സപ്പോർട്ട് എടുക്കാത്തൊരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ജോബ് ലൂസ് ചെയ്തേക്കാം. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ
കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇതെല്ലാം നമുക്കൊരു ടെക്നോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ഇപ്പോൾ പണ്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സൂപ്പർ 16ഉം ഫിലിംസും ഒക്കെ ഭയങ്കര രസമുള്ള വിഷ്വൽ തന്നിരുന്ന സമയത്ത് ഡിജിറ്റലിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു വലിയ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് അതിന് ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫിലിമിൻ്റെ ഭംഗി സിനിമയ്ക്ക് കിട്ടില്ല എന്നും ഫിലിം റീപ്ലേസ് ചെയ്യാൻ പാടില്ല ഡിജിറ്റൽ എന്നുള്ളതും. പക്ഷെ അത് അധികം സർവൈവ് ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ ഫിലിം മേക്കേഴ്സ് വരെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്താണെന്ന് പഠിക്കാനും പടയെന്ന് പറഞ്ഞിട്ട് തിയേറ്റേഴ്സും എല്ലാം ഡിജിറ്റലൈസേഷൻ വരുമ്പോൾ ഇവർ വിത്തിൻ 1 year ദ എൻറ്റയർ ഇൻഡസ്ട്രി ഫൊഗോട്ട് ദാറ്റ് നമ്മൾ ഫിലിമിലായിരുന്നു പണ്ട് സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. ദിസ് ഈസ് ദ സ്പീഡ് വിത്ത് വിച്ച് തിങ്സ് എ ഗോയിങ്. അപ്പോൾ AI ഡെഫിനറ്റ്ലി നമ്മൾ എംബ്രേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഹ്യൂമൻ ടച്ച്, ഈ പറയുന്ന നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അതിലേക്ക് കൊടുത്ത് ഈ ചാലഞ്ചിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, ദിസ് ഈസ് വാട്ട് ഐ ഫീൽ അബൌട്ട് ദ ക്രിയേറ്റീവ് ജോബ്സ് വിച്ച് വി ആർ ഡൂയിങ്. മീഡിയ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു സീയിങ് ഇസ് ബിലീവിങ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ എനിമോർ. സീയിങ് ഇസ് നോട്ട് ബിലീവിങ്. നമ്മൾ എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടോ ഓൺ എ ഡെയിലി ബേസിസ്, ഇപ്പോൾ നമ്മുടെ ഫോൺസിലാണെങ്കിലും. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദ ഡേ we've reached a phase that we don't know what is true and what isn't true. What is AI generated, what is original, what is real. So I feel like nowadays we spend a lot more time, ഇപ്പോൾ ഒരു ക്രിയേഷനല്ല ഇമ്പോർട്ടൻസ്, കുറച്ചും കൂടി വേരിഫിക്കേഷനാണ് ഇമ്പോർട്ടൻസ്. More than creating content, I think all of us are spending a lot of time on verifying content, which is super, super important, especially when there are a lot of incidents happening in the world. If, for example, when the war is happening, the kind of content, the kind of things that we are exposed to, let it be in terms, okay, now elections are coming up. So the kind of content that we receive, we are watching on a daily basis, it's very important to verify. So I think one of the very big challenge that really affects us, especially in this industry, is misinformation. What I'd like to add, or I think bring another layer to it, is there is an ethical framework that has to come in when new concepts, tools, businesses and all are introduced. Now what happened was, even during the boom, even now it is a boom of the social media era, let it be in terms of business frameworks, let it be like even competition laws, etc. These kind of frameworks, if that comes in place effectively for us, it will be easier for us to navigate the system. Now, for example, നിങ്ങൾ പറഞ്ഞു ആൾക്കാരുടെ വോയിസ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ, the most basic decency is എൻ്റെ വോയിസ് ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ പെർമിഷൻ എടുത്ത് ഉപയോഗിക്കണം. Otherwise, it can be used for anything and everything. This is one of the scratch of the surface, correct? I also believe like, okay, it is very difficult for us to, ഇപ്പം നമുക്കെല്ലാം കൺസ്യൂമിങ് ഫേസിങ് ആയിട്ടാണ് we are using generative AI. At the same time, where is the tool that will help us verify that information as fast as we get that information, correct? So there are some back-end work that needs to be done by even our industry, to be honest. Even we have work to do in some spaces on how we're using it, where we're using it. Most of all, നമ്മുടെ ആൾക്കാരടുത്ത് ട്രാൻസ്പെറൻസി കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് മാത്രമല്ല, എന്താ പറയുക, ഒരു ലെയർ ഓഫ് കോൺഫിഡൻസും വരും in order to consume your content. I love the fact that in YouTube you cannot monetize content that's 100% AI. You cannot do that. That is an unmonetizable content. That is one ethical framework that they brought up, which will help probably curb a lot of content that can actually harm us. You know, AI can start a war by the end of the day. The other space is the kind of environmental impact that exists because of using AI is a lot. The kind of data centers underwater, the amount of water AI consumes in a world today where we are all fighting for natural resources, basic needs. So there is a flip side to everything that's amazing. Even though this flip side creates amazing opportunities, we look at it positively. But we do have to look at the environmental concerns. We have to look at the ethical concerns. We have to look at privacy concerns when it comes to using such technology. A tool is as good as the person who uses it. A tool is as good as the deed you use it for. So I hope that we
especially with such an amazing, amazing, energetic, booming generation in front of us and us as well. I hope that we use it for the betterment of people. Like, I love the way, in many spaces, the way AI used for agriculture, which actually helps reduce the use of pesticides in farms. There are such positive ways, the way to, even for content creation, it makes you a multidisciplinary, individual now. Me as a content creator, I'm not limited to just that one skill. Now I have that opportunity to adopt so many more skills to add to the basket to become a better content creator, to become a more skilled content creator. That is there, but then we have to keep the ethical frameworks in mind and also the environmental impact as well. Yes, we started our discussion with opportunities and had a word about challenges, and she added this ethical frameworks and all. GP and you guys can now add on that also, ethical part. Karyam, AI is a reality. AI is doing many jobs that are handled by human being. പക്ഷെ അതൊക്കെയും AI കൂടി ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലി ഒരു മനുഷ്യൻ കീപ്പ് ചെയ്യുന്ന ഒരു എത്തിക്സ് ഉണ്ടാവും, മൊറാലിറ്റി ഉണ്ടാവും, വാല്യൂ സിസ്റ്റം ഉണ്ടാവും, ആൻഡ് ലീഗലി ഹീസ് ബൗണ്ടഡ് വിത്ത് ലോട്ട് ഓഫ് ലോസ് ആൻഡ് guidelines and all. Companies like Madhrubhumi, definitely they will follow this, all the responsibility and ownership and accountability, whatever they are creating, whether it is AI or human. But സിറ്റിസൻസിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയുടെ കൂടി ഇൻ്റർനെറ്റിനെയും AI-നെയും ഒരുമിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും എത്തിക്കൽ അല്ലെങ്കിൽ ലീഗൽ പാർട്ടിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. Can I just say one thing about legal things? So there is a, like, I think we were discussing this yesterday, when it comes to when you use Gemini or when you use Google per se, they're like how you have watermarks. Behind there is a watermark. I forgot the technical term for it. I'm extremely sorry. Excuse me for that. But imagine somebody has created a video of you which is not you. And legally, for you to go there and claim that it's not you, it's possible with that back-end technology that Google has. But then again, ഞാനൊരു കൺസ്യൂമറായിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് when I go into court to fight for it, yes, but then by the time damage is done in terms of reputation, in terms of this thing. So that layer is added, but the winner is when it becomes consumer facing. Sorry. വീണ്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളിത് കാലാകാലമായിട്ട് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് AI-ക്ക് മുമ്പ് തന്നെ. ഇപ്പോൾ നമ്മൾ പണ്ട് പറയാറുണ്ട്, കൊതുവിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ കൊതുകു തിരി കൊണ്ടുവന്നു, അപ്പോൾ കൊതു അതുമായിട്ട് ഇമ്മ്യൂണായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു, പിന്നെ അത് വയ്ക്കുമ്പോഴും വർക്കാവുന്നില്ല. ഇപ്പോൾ നമ്മൾ കൊതുവിൻ്റെ ഒഡോമോസ് വന്നു, അപ്പോഴും കൊതു കടിക്കേണ്ട അവസ്ഥയായി. ഇപ്പോൾ ബാറ്റ് കൊണ്ടുവന്നു, തൽക്കാലം അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്റ് കൊണ്ട് അടിച്ചാലും കൊതു ചാവില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും നമുക്കറിയില്ല എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു ടേമാണ് അതൊക്കെ ക്യാമറ ടെക്നിക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങി അത് എഡിറ്റിംഗ് ആണ്, പിന്നെ നമ്മൾ പറഞ്ഞു അത് ഇൻ്റർനെറ്റാണ്. ഇപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഓവർ യൂസ് ചെയ്യുന്നൊരു ടേമാണ് അത് AI ആണ്. സോ അത് AI ആണ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇൻ ജനറൽ അതെന്തോ നെഗറ്റീവാണ് എന്നുള്ളൊരു സ്പേസ്, ദാറ്റ്സ് AI, ദിസ് ഇസ് വാട്ട് എവരി വൺ ഇസ് സെയിങ്. അപ്പോൾ അങ്ങനെ ഒരു നോഷൻ വരെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സോ ദാറ്റ് അതിൽ തന്നെ ഒരു അലാമിങ് സ്വഭാവമുണ്ട്. കാരണം അത് AI ആണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് അൺഎത്തിക്കൽ എന്നുള്ളത് പോലും ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 4 കൊല്ലം മുമ്പ് ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണ്, കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്, കൃത്യമായ ന്യൂസ് എന്താണ് എന്ന് തിരിച്ചറിയാൻ. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം നടക്കുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമായിട്ടൊരു നാട്ടിൽ ഫ്ലഡോ അല്ലെങ്കിൽ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപാട് ബേസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ശരിയും തെറ്റും തിരിച്ചറിയുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പോയിട്ടൊരു വീഡിയോ പ്രസൻറ്റേഷൻ പോലൊരു സംഭവം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആസ് ഹി സെഡ്, മാതൃഭൂമി പോലെയുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ന്യൂസ് വരുന്നതെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കുറേ ചട്ടങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതൊരു ഫാൾസ് ന്യൂസ് അല്ല, ഏതോ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയൊരു ന്യൂസ് അല്ല, പക്ഷേ ഇത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസാണ്, നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ചെക്ക് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റം ഉണ്ടാക്കി. അതൊന്നും ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിച്ചു വരുന്നുള്ളൂ. അപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ AI എങ്ങനെ തിരിച്ചറിയണം എന്നുള്ള അടുത്ത സിസ്റ്റം ഉണ്ടാക്കേണ്ട അവസ്ഥയായി. സോ ദിസ് കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് യു റിയലി ഡോണ്ട് നോ ഹൗ ടു ടാക്കിൾ ഇറ്റ്. കാരണം ഇപ്പോൾ 2 ദിവസം മുമ്പ് മോഹൻലാൽ സർ ഓൾറെഡി കോടതിയിൽ
ഒരു കേസ് സൂ ചെയ്തിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ വീഡിയോ അനധികൃതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സോ ദാറ്റ് ഈസ് അഗെയിൻ എത്തിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ അഗെയിൻ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ എത്തിക്സിനെ കുറിച്ച് ജേർണലിസ്റ്റിൻ്റെ എത്തിക്സ്, ന്യൂസിൻ്റെ എത്തിക്സ്, സോഷ്യൽ മീഡിയ എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു സൊല്യൂഷൻ കാണുന്നതിൻ്റെ മുമ്പ് നമുക്ക് അടുത്ത പ്രോബ്ലം വന്നു AI-യിലുള്ള എത്തിക്സ്. സോ വി റിയലി ഡോണ്ട് നോ വേ ടു ഡ്രോ എ ലൈൻ. എനിക്ക് തോന്നുന്നത് അതൊരു അപ്ബ്രിങ്ങിങ്ങിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ഭാഗമായിട്ട് നമുക്ക് സെൽഫായിട്ട് അത് ഒരു ജനറേഷനിൽ ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി ഒരു വലിയൊരു സ്പേസിലേക്കാണ് നമ്മൾ പറയുന്ന ഈ ഒരു ഹിരോഷിമ നാഗസാക്കിയുടെ ഇമ്പാക്റ്റ് പോലെയുള്ളൊരു ഇമ്പാക്റ്റിലേക്കാണ് ഇറ്റ് വിൽ ഗോ ഇഫ് വി ഡോണ്ട് കണ്ടെയ്ൻ ഇറ്റ്. ഇതിനൊരു അവെയർനെസ് സ്പേസ് കൊടുത്തില്ലെങ്കിൽ അതിലേക്ക് വരെ പോകാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ദാറ്റ് എത്തിക് ലൈൻ ഈസ് വെരി ട്രിക്കി, വിച്ച് നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആൻഡ് നിങ്ങളുടെ എക്സ്പോഷർ ഇസ് വാട്ട് ഡ്രോസ് ഇറ്റ്. അപ്പോൾ അതൊരു സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മുതൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് എത്തിക്സ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടൊരു സിലബസിൽ നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഇനി അടുത്ത കാലങ്ങളിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണ്ടു തുടങ്ങിയേക്കാം. യെസ്, ഐ തിങ്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ കാണുമ്പോൾ അത് പോയി ചെക്ക് ചെയ്യാം, ഒരു റെപ്യൂട്ടഡ് ക്രെഡിബിൾ സോഴ്സ് എന്നാണോ വന്നിരിക്കുന്നത്. അതിൽ വേറെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാതൃഭൂമിൻ്റെ ലോഗോവും മാതൃഭൂമിൻ്റെ ന്യൂസ് ആങ്കർ വെച്ചിട്ട് തന്നെ അതേ ഒരു ന്യൂസ് അങ്ങ് പുറത്തു പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ക്രിയേഷനേക്കാളും വേരിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐ തിങ്ക് ഓവർ ടൈം ആൻഡ് ഓവർ എക്സ്പീരിയൻസസ് ആൻഡ് ഓവർ ഡിഫറെൻറ്റ് ഇൻസിഡൻസ് ദാറ്റ് വി ഗോ ത്രൂ, ഡെഫിനറ്റ്ലി വീൽ ഹാവ് എ ലോട്ട് ഓഫ് സെൽഫ് ലേണിംഗ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, institutions, organizations, associations will also have learnings, and I think eventually we will find, especially authorities, the government, I think eventually we will find that balance. And to just add on to it, പണ്ട് നമ്മൾ ഒരുപാട് കേട്ടിരുന്ന ഒരു സംഭവമാണ് വൈറസ്, ആൻറ്റിവൈറസ്. ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഈ വൈറസുകളൊക്കെ ഉണ്ടാക്കുന്ന ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിൻ്റെ കമ്പനികളാണ്, അപ്പോഴാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ. സോ ഐ ഗെസ് മേ ബി ഭാവിയിൽ ഇത് AI ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയർവാളോ ഒരു സോഫ്റ്റ്വെയറോ സംതിങ് നമ്മൾ ChatGPT ഇപ്പം നമുക്ക് ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ നമുക്ക് വേറൊരു ആപ്ലിക്കേഷനും ഉണ്ടാവും. ടെസ്റ്റ് ഇറ്റ് ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ, ഇഫ് ഇറ്റ് ഇസ് AI ക്രിയേറ്റഡ്, ഇഫ് ഇറ്റ് ഇസ് ഓതൻറ്റിക് എന്ന് പറഞ്ഞിട്ട് എല്ലാം അതിൻ്റെ ഉള്ളിലൂടെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇനി നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു ഇൻഡസ്ട്രി കൂടെ മെല്ലെ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അപ്പോൾ അത് accessibility ആണ് വേണ്ടത്. Because even in our newsrooms obviously we have these tools because it's very important for us to understand. Fact checking is a completely new I mean 5 years ago, fact checking became one of the most relevant departments to have in organizations internally. Plus, there are organizations only based on fact checking. It exists. Ipom, like how we can chat with ChatGPT, we should be able to verify as easily in all of our hands. I think that will become popular also soon. Like how I said, Instagram, Facebook, ChatGPT, then that application would also be the one of the most used applications in our life in the Tonu if things are going like this. യെസ്, താങ്ക് യു സോ മച്ച്. മീഡിയ എപ്പോഴും പ്രേക്ഷകരെ കൂടി കേട്ടുകൊണ്ടാണ് ഇവോൾവ് ചെയ്യാറുള്ളത്. കുറച്ച് സമയം ക്വസ്റ്റ്യൻസുകളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഓൾറെഡി പ്രോഗ്രാം കംപ്ലീറ്റ്ലി ലേറ്റ് ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ വി ആർ സ്റ്റോപ്പിംഗ്. നമ്മുടെ പാനലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി മീറ്റ് ചെയ്യാം, സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ എവരിതിങ്. Thank you so much. Thank you. Thank you so much. Can we have a very big round of applause for this panel discussion here that just happened now? So requesting the honorable presence of Mr. Rameez Ali, co-founder CRAV, to extend a token of appreciation to all the speakers and the moderator here. Starting from our moderator for this panel discussion, Mr. KV Hudev, the founder of CD Academy and Quad Cubes. Please. And that is it. So once again, let's give it up. So this is just ഒരു ചെറിയ ഒരു സമ്മാനമാണ്, ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ആണ് ഫ്രം അവർ സൈഡ് സ്കെയിൽ അപ്പ് കോൺക്ലേവ്. നമ്മുടെ കൂടെ ഇത്രയും അധികം സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചതിലും നമ്മളോട് ഒരുപാട് വിഷയം
സന്തോഷം.